ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയോടൊപ്പം യാത്ര ചെയ്യുന്ന അനുപല്ലവി ശാലിനിയെ ശ്രദ്ധിച്ചിട്ട് ചോദിച്ചു, മേഡം എന്തോ വലിയ ആലോചനയിലാണല്ലോ. അത് കേട്ട ശാലിനി പറഞ്ഞു, അതെ, എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ആലോചനയിലായിരുന്നു, വലിയൊരു ആലോചനയ്ക്ക് ഉത്തരം തേടുകയായിരുന്നു എന്ന് പറഞ്ഞത് അനുപല്ലവി ചിരിച്ചുകൊണ്ട് ശാലിനിയോട് ചോദിച്ചു, എന്നിട്ട് ഉത്തരം കിട്ടിയോ മേഡം? അതിന്റെ ഉത്തരം എന്റെ ജീവിതത്തിന്റെ നങ്കൂരം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ ആ മറുപടി കേട്ട് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അനുപല്ലവി ശാലിനിയെ നോക്കി. അപ്പോഴാണ് ശാലിനി അനുപല്ലവിയോട് പറഞ്ഞത്, അനു, 6 വർഷത്തെ ഒളിച്ചോട്ടത്തിന് ശേഷം വീണ്ടും എന്നെ ഈ നാട്ടിലേക്ക് വലിച്ച് അടുപ്പിച്ച ഒരു കാന്തിക വലയമുണ്ട്. ആ കാന്തിക വലയമാണ് ഞാനിപ്പോ ഇവിടേക്ക് തിരിച്ചു വരാനുള്ള കാരണം എന്ന് ശാലിനി അനുപല്ലവിയോട് പറയുമ്പോ അനുപല്ലവി പറഞ്ഞു, മേഡത്തിന്റെ ജീവിതത്തെ കുറിച്ച് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അതിശയമാണ് തോന്നിയത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മേഡം? ഇന്നത്തെ കാലത്ത് ഒരു നിമിഷമെങ്കിലും, ഒരു മിനിറ്റ് എങ്കിലും കിട്ടിയ, അല്ലെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന കുട്ടികളാണ് ഇന്ന് എല്ലായിടത്തും ഉള്ളത്. അതിന് അവർക്ക് കൂടുതൽ ആലോചിക്കേണ്ട സമയമൊന്നുമില്ല. പിന്നീട് അവർക്ക് വിവാഹം പോലും കഴിക്കണമെന്നില്ല. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് അവർ ഒരുമിച്ച് തന്നെ മറ്റ് അന്യനാട്ടിലേക്ക് കടക്കും. അവിടെ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങും. അതിന് ലിവിങ് ടുഗദർ എന്നാണ് അവർ പേരിടുന്നത്. വിവാഹം കഴിക്കണമെന്നോ താലി കെട്ടണമെന്നോ ഒന്നും തന്നെയില്ല. ലിവിങ് ടുഗദർ എന്ന പേരിട്ട് അവർ ഒരുമിച്ച് ജീവിക്കും. ആരെങ്കിലും ചോദിച്ചാൽ അതെന്റെ ഫ്രണ്ട് ആണെന്നോ അല്ലെങ്കിൽ ഫ്ലാറ്റ് റൂം ഷെയർ ചെയ്യുകയാണെന്നോ എന്ന് മാത്രം മറുപടി നൽകും. ഇനി അതിൽ കൂടുതൽ സംശയമായി ആരെങ്കിലും എത്തിയാൽ അവരെ സദാചാരവാദികളെന്ന് പറഞ്ഞ് അവരെയും ഒരു മൂലയിലിരുത്തും. അതാണ് ഇന്നത്തെ ഓരോ ലൈഫും. അതിനുശേഷമോ അങ്ങനെ പോകുന്ന ആ ബന്ധത്തിന് ഏറിയാൽ ഒരു 6 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ ഒരിക്കലും മേഡത്തിന്റെയൊക്കെ ഈ ബന്ധവുമായി ഒരിക്കലും തട്ടിച്ചു നോക്കാൻ കഴിയില്ല എന്ന് ശാലിനിയോട് അനുപല്ലവി പറയുമ്പോ, സത്യത്തിൽ ഇതുപോലെയുള്ള സ്നേഹബന്ധങ്ങളൊന്നും ഇന്ന് കാണാൻ പോലും ഇല്ലല്ലോ മേഡം എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ ശാലിനി പറഞ്ഞു, അനു, എങ്കിലും ഒരു പെണ്ണിനോ ആണിനോ വേണ്ടി, ഒരാൾക്ക് വേണ്ടി, ഒരു പെണ്ണിനോ ആണിനോ വേണ്ടി ജീവിതകാലം മുഴുവൻ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് പലരും ആ പെണ്ണിനോ ആണിനോ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എന്തെല്ലാം എതിർപ്പുകളും പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ടെത്തിയിട്ട് ഒന്നായി പോയവരും ഒന്നു ചേരാൻ കഴിയാതെ വിട പറയേണ്ടി വന്നവരും ഒന്നാകാൻ കഴിയാതെ വേദനയോടെ പിരിയേണ്ടി വന്നവരും, അങ്ങനെ എത്രയോ കഥകൾ, എത്രയോ പേരുടെ ജീവിതങ്ങൾ അനു കേട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് മറുപടിയായി, ഉണ്ട് മേഡം, ഇരവൊഴിഞ്ഞി പുഴ പോലെയുള്ള പല കഥകൾ, അപൂർവം ചില കഥകൾ എന്ന് അനുപല്ലവി പറയുമ്പോ ശാലിനി പറഞ്ഞു, അതെ, അതിനെയാണ് പ്രണയം എന്ന് പറയുന്നത്. മറ്റുള്ളതെല്ലാം വെറും ചവറ് എന്ന് ശാലിനി അനുപല്ലവിയെ പറഞ്ഞ് മനസ്സിലാക്കി. അത് പറഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെയും തന്റെയും ജീവിതത്തെ കുറിച്ച് ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാലിനിയെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലേന്നും തന്റെ ജീവിതം ഇതോടെ അവസാനിക്കുകയാണോ എന്ന ഒരു ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യമായി തന്റെ ജീവിതത്തിൽ കുറിച്ച് പകച്ചു നിന്ന് അങ്ങനെ ആശങ്കപ്പെട്ട് വിഷ്ണു തന്റെ റൂമിൽ അങ്ങനെ ഇരിക്കുമ്പോ കമലൻ തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിച്ചു. വഴിയിൽ വെച്ച് പാതി വഴി എത്തിയപ്പോഴേക്കും ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയതിന്റെ നിരാശയിൽ എത്ര ശ്രമിച്ചതും അത് സ്റ്റാർട്ട് ആകാത്തത് കൊണ്ട് അവസാനം തന്റെ ഫോൺ എടുത്ത് കമലൻ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു. കമലന്റെ കോള് കണ്ട ഉടനെ വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്തതും, ആശാനെ, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. എന്റെ വണ്ടി പഴയതുപോലെ ഇതാ വീണ്ടും പണിമുടക്കി. ഞാൻ പാതി വഴി എത്തി നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ കമലിനോട് വിഷ്ണു ചോദിച്ചു, അല്ല, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, എന്താ കാര്യം എന്ന് വിഷ്ണു അന്വേഷിച്ചപ്പോ കമലൻ പറഞ്ഞു, അതെ, നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാം ആശാനെ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, കൊള്ളാം, നല്ല സമയം. അതെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് ഒരു വിവാഹാലോചന നടക്കുകയാണ് എന്ന്. അത് അമ്മ ഉടനെ തന്നെ നടത്തിയേ തീരുവെന്നുള്ള പിടിവാശിയിലാണ്. ഇന്ന് പെണ്ണ് കാണലാണ് എന്ന് വിഷ്ണു പറഞ്ഞപ്പോ കമലൻ പറഞ്ഞു, ആശാനെ, അതവിടെ നടക്കട്ടെ. അത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു, നീ എന്താണ് ഈ പറയുന്നത്? എല്ലാം അറിഞ്ഞിട്ടാണോ നീ ഈ പറയുന്നത്? എല്ലാം അറിയാവുന്ന നീ തന്നെയാണോ ഇങ്ങനെ പറയുന്നത് എന്ന് വിഷ്ണു നിരാശയോടെ ചോദിക്കുമ്പോ കമലൻ പറഞ്ഞു, എന്റെ ആശാനെ, ഇനി എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആശാന് ഏട്ടത്തിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഏട്ടത്തിയെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ ഓരോ തോന്നലുകൾ ആശാൻ ഉണ്ടാകുന്നത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ആശാനെ, ഞാൻ പറയുന്നത് കൊണ്ട് ആശാൻ ഒന്നും തോന്നരുത്. ആശാനെ, ഇങ്ങനെ എപ്പോഴും ഏട്ടത്തിയമ്മയെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സത്യത്തിൽ ആശാന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ടേ? അതുകൊണ്ട് തന്നെ
ഇനിയും ആശാൻ ഇങ്ങനെ ഏട്ടത്തിയമ്മയെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ഏട്ടത്തിയമ്മ ഈ നാട്ടിലുണ്ടെന്നും അവിടെ വെച്ചും ഇവിടെ വെച്ചും ഒക്കെ കണ്ടെന്നും ഒക്കെ തോന്നുന്നത് ആശാന്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ആശാൻ അങ്ങനെയൊക്കെ ഒന്ന് തോന്നുന്നത് ആശാന്റെ മാനസികമായ പ്രശ്നമാണ്. അതല്ലേ എന്ന് ആശാൻ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോ പെട്ടെന്ന് വിഷ്ണു പല സ്ഥലത്തും ശാലിനിയെ കണ്ടതായിട്ട് തനിക്ക് തോന്നിയതാണെന്നുള്ള കമലന്റെ അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ കൂടി കേട്ടപ്പോ വിഷ്ണുവിനും ആകെ സമനില തെറ്റുന്ന അവസ്ഥയിലായി. വിഷ്ണു ആകെ വിഷമത്തോടെ നിൽക്കുമ്പോ കമലൻ പറഞ്ഞു, ആശാനെ, ഞാനൊരു കാര്യം പറയാം. ഞാനിത് ആശാനോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയാ ആശാന്റെ ആത്മാർത്ഥ സുഹൃത്താകുന്നത്? അതുകൊണ്ട് തന്നെ ആശാനെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പെണ്ണ് കാണാൻ നടക്കട്ടെ. ആശാന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണല്ലോ. ആശാൻ ഏടത്തിയമ്മയെ അങ്ങ് മറന്നു കള. അത് കേട്ടതും കമല എന്ന് വിളിച്ച് വിഷ്ണു തന്റെ കയ്യിലിരുന്ന ആ ഫോൺ, ആ ഒരു വാക്ക് കേട്ടതിന്റെ ദേഷ്യത്തിലും തന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ദൂരേക്ക് വലിച്ചെറിയുന്നു. അതിനുശേഷം വിഷ്ണു ആകെ സങ്കടത്തോടെ ആ ഫോണിലേക്ക് നോക്കി. തന്റെ ശാലിനിയെ മറന്നു കളയാനായി കമലം പറഞ്ഞത് കേട്ട് ഒട്ടും സഹിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷ്ണു ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ കമലം വീണ്ടും ഫോണിലൂടെ ആശാനെ ആശാനെ എന്ന് സംസാരിക്കാനായി ശ്രമിച്ചിട്ടും മൊബൈൽ ഫോൺ വിഷ്ണു എറിഞ്ഞത് കൊണ്ട് ഒന്നും വിഷ്ണു കേൾക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയതോടെ വേഗം ഫോൺ കട്ട് ചെയ്ത് കമലനാകെ ടെൻഷൻ അടിച്ചു. വേണ്ടായിരുന്നു, ആശാനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്ന് ആലോചിച്ച് കമലിന് അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു ശാലിനിയെ കുറിച്ച് വീണ്ടും ഓർത്തിട്ട്, അതെ, എനിക്ക് ഭ്രാന്ത, ഭ്രാന്ത എന്ന് പറഞ്ഞ് വിഷ്ണു ആ പില്ലോ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എടോ, ഇങ്ങനെ ഭ്രാന്ത് വന്നത്, എനിക്ക് ഈ ഭ്രാന്ത് വരാൻ കാരണം എല്ലാം താനാടോ, താൻ മാത്രം. താൻ എന്തിനാടോ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? തന്റെ ഈ ഒളിച്ചു കളിയൊന്ന് അവസാനിപ്പിച്ചൂടെ? തിരിച്ചു വാടോ താൻ എന്ന് പറഞ്ഞ് വിഷ്ണു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബെഡിലിരിക്കുമ്പോ ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം അറിയാതെ വിഷ്ണു ശാലിനിയെ കുറിച്ച് ഓർത്ത് സങ്കടത്തോടെ റൂമിലിരുന്ന് കരയുന്നു. അതിനുശേഷം തന്റെ മൊബൈൽ ഫോൺ പോലും ശ്രദ്ധിക്കാതെ വിഷ്ണു വേഗം അവിടെ നിന്ന് ഇറങ്ങുമ്പോ കമലൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനാകാതെ കുറെ തവണ ട്രൈ ചെയ്തിട്ടും അത് സ്റ്റാർട്ട് ആവില്ലെന്ന് മനസ്സിലായപ്പോ അവസാനം ബൈക്ക് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി. അങ്ങനെ ബൈക്കുമായി കമലൻ മുന്നോട്ട് അങ്ങനെ പോകുമ്പോഴാണ് വിഷ്ണുവും ഇങ്ങനെ ഒരു സന്ദർഭം അവിടെ ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ വിഷ്ണു തന്റെ മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞിട്ട് ആകെ വിഷമത്തോടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഈ സമയത്ത് ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോ ഉടനെ ശാലിനിയോട് അനുപലവി ചോദിച്ചു, മേഡം നേരെ സത്യമ്മയുടെ വീട്ടിലേക്കല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി അതെ എന്ന് തലകുലുക്കി. അപ്പോഴേക്കും അനു ചോദിച്ചു, അല്ല മേഡം, അവിടേക്ക് ഞാൻ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാലിനി അനുപലവിയെ നോക്കിയിട്ട് പറഞ്ഞു, അനു, താൻ എന്റെ പേഴ്സണൽ സെക്രട്ടറി മാത്രമല്ലല്ലോ എന്ന് ശാലിനി അനുവിനെ നോക്കി പറയുമ്പോ അനു വേഗം ശാലിനിയുടെ കയ്യിൽ പിടിച്ചിട്ട് മേഡം എന്ന് വിളിച്ചു. മേഡം എന്നുള്ള തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള അനുപലവിയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പം പെട്ടെന്ന് ശാലിനി അനുപലവിയെ നോക്കുമ്പോ ശാലിനിക്ക് തന്റെ ആ ഒരു ഇടപെടൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ധാരണയിൽ വേഗം കൈ പിൻവലിച്ചിട്ട് സോറി മേഡം എന്ന് അനുപല്ലവി പറഞ്ഞു. അപ്പോഴേക്കും ശാലിനി അനുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അതെ അനുപല്ലവി, നമ്മളെല്ലാം മനുഷ്യരാണ്. എന്തിനാ ഇങ്ങനെ സോറി പറയുന്നത്? പ്രത്യേകിച്ച് സ്ത്രീകൾ. നമ്മളാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നും ഏറ്റവും കൂടുതൽ സഹനശക്തി ഉള്ളവരെന്നും പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദുർബലരായിട്ടുള്ളതും എന്ന് ശാലിനി അനുപല്ലവിയോട് പറയുമ്പോ അനുപല്ലവി ശാലിനിയുടെ ആ ഇടത് കൈയിൽ തന്റെ രണ്ട് കൈകളും ചേർത്ത് ആ ഇടത് കൈയെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ ശാലിനിയുടെ കൈകളിൽ ബലമായി പിടിച്ചുകൊണ്ട് എപ്പോഴും മേഡത്തിനൊപ്പം താനുണ്ട് എന്നുള്ള ഒരു ആത്മധൈര്യം നൽകി അനുപല്ലവി ശാലിനിയോടൊപ്പം അങ്ങനെ കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് പോൾസനെ ആ ചൈന കോളനിയിലെ സ്ത്രീകളെല്ലാവരും ആ വഴിയിലൂടെ ഓടിച്ചു കൊണ്ടുവരുന്നത്. നിക്കട അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ചൈന കോളനിയിലെ മെമ്പറായ സരോജവും മറ്റു കുറെ സ്ത്രീകളും കൂടി അയാളെ ഓടിച്ച് നേരെ ശാലിനിയുടെ കാറിന് മുന്നിലേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് രാമേട്ടൻ വണ്ടി ചവിട്ടി നിർത്തുമ്പോ അവിടെ ആ കാറിന് മുന്നിൽ വന്നു നിന്ന പോൾസനെ സരോജൻ പിടിച്ചു നിർത്തി പോൾസന്റെ കർണത്തേക്ക് അടിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളെല്ലാവരും പോൾസനെ അവരുടെ കയ്യിലുള്ള വടികൾ വെച്ച് മർദ്ദിച്ചു. ഈ കാഴ്ച കണ്ട ഉടനെ അനുപല്ലവി ശാലിനിയോട് പറഞ്ഞു, മേഡം, അവര് സ്ഥലത്തെ ഒരു ജനപ്രതിനിധിയാണ്. അവര് ശരിക്കും ഒരു ഗുണ്ടാ നേതാവെന്ന് വേണമെങ്കിലും പറയാം. ആളിത്തിരി പെശകാണ്. ഈ കോളനിയിലെ ചൈന കോളനിയിലെ സ്ത്രീകളാണ് അവർക്ക് ഒപ്പമുള്ളത്. ഈ നാട്ടിലെ ഏകദേശം കണ്ണായ ഭാഗത്തെ എല്ലാം നോക്കുന്ന നേതാവാണ്. ഇവർക്കാണ് ആ ഒരു കണ്ണായ ഭാഗത്തിന് മുഴുവൻ മേൽനോട്ടം എന്ന്
അനുപല്ലവി ശാലിനിക്ക് പറഞ്ഞു കൊടുത്തു. പോലീസുകാർക്ക് പോലും ഇവരെ പേടിയാണ്, ആ കോളനിക്കാരെയും പേടിയാണ് എന്ന് പറയുമ്പോൾ ശാലിനി വേഗം ഗൗരവത്തോടെ കാറിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ശാലിനിയുടെ കാറിന് മുന്നിലാണ് താൻ നിൽക്കുന്നതെന്നറിയാതെ അങ്ങനെ സരോജൻ പോൾസനെ മറ്റു സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നത് നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി വേഗം സരോജൻ അരികിലേക്ക് എത്തി വിളിച്ചു, സരോജൻ മെമ്പർ. അത് കേട്ടതും പെട്ടെന്ന് പിന്തിരിഞ്ഞ് സരോജൻ നോക്കുമ്പോൾ, അയ്യോ കളക്ടർ മേഡോ എന്ന് ചോദിച്ചപ്പോ, എന്താ സരോജൻ മേഡം ഈ പൊതുവഴിയിൽ വെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ മർദ്ദിക്കുന്നത് എന്ന് ചോദിച്ചു. അത് പിന്നെ മേഡം എന്ന് വിളിച്ച് സരോജൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും അതെ റിലീസ് ഹിം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ സ്ത്രീകളുടെ പിടിയിൽ നിന്നും പോൾസൺ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോടി. ഈ കാഴ്ച കണ്ട ഉടനെ സരോജം ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ നിരാശയിൽ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകാതെ സരോജൻ മേഡം ഒന്ന് നിൽക്കണം. അപ്പോഴേക്കും സരോജൻ വേഗം ശാലിനിയുടെ മുന്നിലേക്ക് ചെന്നു. എന്താ എന്നുള്ള രീതിയിൽ ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി ചോദിച്ചു, അല്ല മേഡം ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധിയാണല്ലോ, അല്ല ഇതുപോലെ ഒരു പൊതുവഴിയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ മർദ്ദിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ട് അതിനുള്ള ശിക്ഷ പോലും ഏറ്റുവാങ്ങാതെ വേഗം ഇവിടെ നിന്ന് പോകാമെന്നാണോ കരുതിയത് എന്ന് ശാലിനി ചോദിച്ചു. എന്നിട്ട് അരികിൽ നിന്ന് PA ആയ അനുപല്ലവിയെ ശാലിനി വിളിച്ചു, അനു കോൾ ദ പോലീസ്. അപ്പോഴേക്കും വേഗം തന്നെ അനുപല്ലവി പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ സരോജൻ പറഞ്ഞു, വിളിക്കണം മേഡം, പോലീസോ പട്ടാളോ ആരെ വേണമെങ്കിലും വിളിക്കണം മേഡം, ആര് വേണമെങ്കിലും വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്തോട്ടെ, ഞങ്ങളെ വിചാരണ ചെയ്തോട്ടെ, ആർക്ക് വേണമെങ്കിലും മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ് മേഡം. പക്ഷേ ഞങ്ങൾ ഈ ചെയ്തതിന് എന്താണ് തെറ്റെന്ന് മാത്രം മേഡം അന്വേഷിച്ചില്ല. ഇവിടെ വന്ന ചെറുപ്പക്കാരെന്ന് പറഞ്ഞുണ്ടല്ലോ, ഞങ്ങളുടെ ചൈന കോളനിയിലേക്ക് ഇവനും കൂട്ടരും വന്നത് എന്തിനാണെന്ന് അറിയാവോ മേഡം? ഞങ്ങളുടെ ചൈന കോളനിയിലുള്ള ആണുങ്ങളെയെല്ലാം കള്ളും കഞ്ചാവും കൊടുത്ത് ഇവനെല്ലാം അവരെ വഴിതെറ്റിക്കണോ? അതിനുശേഷം വീണ്ടും വീട്ടിൽ കടന്നു വന്ന് അവിടെയുള്ള സ്ത്രീകളുടെ മാനത്തിന് പോലും വില പറയുന്നു. അതൊക്കെ പോട്ടെ, എന്നിട്ടോ ചൈന കോളനിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരു വഴി മാത്രമാണ്. ആ വഴി പോലും ഇവരെ മതിൽ വെച്ച് കെട്ടിയടച്ചു. എന്നിട്ടും ഞങ്ങൾ പ്രതികരിക്കാതിരിക്കണമെന്നാണോ മേഡം പറയുന്നത്? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കോളനിയിലുള്ള ഒരു കൊച്ചുകുട്ടിയെ ഇവന്മാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാരണം ഞങ്ങളുടെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞു പോയി മേഡം. ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടമായി. കഴിഞ്ഞ ദിവസം ഇവന്മാർ അവിടെ കാണിച്ചു കൂട്ടിയ പ്രവൃത്തികൾ കണ്ട് പേടിച്ച് ഭയന്ന് വിറച്ചു നിന്ന 3 വയസ്സുകാരിയായ ഞങ്ങളുടെ നിത്യമോള്, അവന്മാരുടെ പേക്കൂത്ത് കണ്ട് പേടിച്ച മോൾക്ക് പനി വന്നു. അവസാനം പേടി കൂടി പനിച്ചു വിറച്ച് വീട്ടിൽ കിടന്ന ഞങ്ങളുടെ നിത്യമോളെ അന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വഴിയില്ലാതെ ഒരു വണ്ടി പോലും അവിടേക്ക് വന്നില്ല. വഴിയില്ലാത്ത സ്ഥലത്തേക്ക് എങ്ങനെ വണ്ടി എത്തും? അവസാനം എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോകാമെന്ന് കഴിഞ്ഞാൽ പെരുമഴയും. പിന്നീട് ആരോടെങ്കിലും സഹായം ചോദിക്കാനായി കോളനിയിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ ഇറങ്ങുന്നവരുടെ എല്ലാം കാലും കൈയും തല്ലി ഒടിക്കുമെന്ന് ഉള്ള ഈ പോൾസന്റെയും കൂട്ടരുടെയും ഭീഷണിയും. അതിനുശേഷം പിന്നെ ഒരു വിധത്തിൽ അവിടേക്ക് ഡോക്ടറെ കൊണ്ടുവരാമെന്ന് ശ്രമിച്ചപ്പോ ഡോക്ടറെയും പാതി വഴിയിൽ വെച്ച് ഇവർ ഭയന്ന് അവിടുന്ന് വിരട്ടി ഓടിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ അരികിലിരുന്ന് പനി കൂടുന്ന ആ നിമിഷങ്ങളിലെല്ലാം തുണി നനച്ചും മോളുടെ ഒപ്പം കൂട്ടിരുന്നും അങ്ങനെ നിത്യമോൾക്കൊപ്പം കാവലായി ചൈന കോളനിയിലെ ഈ പെണ്ണുങ്ങളെല്ലാം അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് അവസാനം ക്ഷീണം കാരണം വെളുപ്പാൻ കാലത്ത് ഒന്ന് മയങ്ങിപ്പോയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ കണ്ണു തുറക്കുന്നത് നിത്യമോളുടെ അമ്മ സുജാതയുടെ പൊട്ടിക്കരച്ചിൽ കേട്ടിട്ടാണ്. വിറങ്ങലിച്ച് പനിച്ച് അവിടെ കിടന്ന് വിറങ്ങലിച്ച് കിടന്നിരുന്ന പനി കൂടി അവിടെ കിടന്ന് വിറച്ചു കിടന്ന കുഞ്ഞിന്റെ രാവിലെ കണ്ടത് മരവിച്ച് കിടക്കുന്ന ശരീരമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിന്റെ ആ ശരീരത്തെ കെട്ടിപ്പിടിച്ച സുജാതയുടെ കരച്ചിൽ കേട്ട പിന്നെ ഞങ്ങൾ കോളനിയിലുള്ള സ്ത്രീകൾ ഉണർന്നത്. അതുകൊണ്ട് മേഡം ആ കുഞ്ഞ് ചത്തുപോയി മേഡം. ഇനി ആര് വേണമെങ്കിലും വന്നോട്ടെ മേഡം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയും ഇല്ല മേഡം, ഞങ്ങൾക്ക് നഷ്ടമാകാനുള്ളത് നഷ്ടമായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേഗം അരികിൽ നിന്ന് അനുപല്ലവി, മേഡം കമ്മീഷണർ ലൈനിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്നെ മൊബൈൽ ഫോൺ ശാലിനിക്ക് നേരെ നീട്ടി. ശാലിനി വേഗം കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, കമ്മീഷണർ സർ, ഉടനടി ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട കാര്യമാണ്, ഉടനെ തന്നെ അറസ്റ്റ് വേണം എന്ന് പറയുമ്പോൾ സരോജൻ മെമ്പറും മറ്റു സ്ത്രീകളും തലകുനിച്ചങ്ങനെ നിന്നു. ഉടനെ സരോജൻ മെമ്പറെ നോക്കി ശാലിനി ചോദിച്ചു, അല്ല നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ആ ടീം ഏതാണ്, അത് പറ എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാലിനിയോട് സരോജൻ പറഞ്ഞ് പോൾസനും ഗ്യാങ്ങുമാണ് മേഡം. അത് കേട്ടപ്പോഴേക്കും പോൾസനും ഗ്യാങ്ങുമാണെന്നുള്ള മറുപടി കേട്ട ഉടനെ ശാലിനിയുടെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന
ശ്യാമയെ മയക്കുമരുന്നിന് അഡിക്റ്റ് ആക്കിയതും ശ്യാമയെ രക്ഷിക്കാനായി അവിടേക്ക് രാജീവ് സാർ വന്നപ്പോ രാജീവ് സാറിന് നേരെയുണ്ടായ ആക്രമണവും പിന്നീട് പോൾസൺ അന്നുണ്ടായ പ്രശ്നങ്ങൾക്ക് ജയിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ തന്റെ കുഞ്ഞായ പപ്പിയുടെ നേരെയും ഉണ്ടായ ആക്രമണവും ഒക്കെ പെട്ടെന്ന് ശാലിനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ കമ്മീഷണർക്ക് വേണ്ട നിർദ്ദേശം നൽകി പോൾസൺ ടീമിനെ ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന്. അതിനുശേഷം സരോജത്തെ നോക്കി ശാലിനി സംസാരിക്കുമ്പോൾ സരോജൻ പറഞ്ഞു, ശരിക്കും അവരല്ല മേഡം ഞങ്ങളുടെ ശത്രുക്കള്, ശരിക്കും അമിത് ഗ്രൂപ്പാണ് മേഡം ഞങ്ങൾക്കെതിരായിട്ടുള്ള ശത്രു. പോൾസന് നിങ്ങളോട് ശത്രു തോന്നാനുള്ള കാരണം എന്താണ് എന്ന ശാലിനിയുടെ ചോദ്യത്തിന് സരോജൻ മറുപടി പറഞ്ഞത്, അമിത് ഗ്രൂപ്പ് ഇവരെ ഏറ്റെടുത്തിരിക്കുകയാണ്, അമിത് ഗ്രൂപ്പിന്റെ കൊട്ടേഷനാണ് ഇവരിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മേഡം എന്ന് സരോജം മറുപടി നൽകി. അങ്ങനെ സരോജം അമിത് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ടീമിനെ കുറിച്ച്, ആ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ കുറിച്ച് വിശദമായി സരോജൻ ശാലിനിയോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ വഴിയും കമലൻ തന്റെ ബൈക്കും അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടന്ന ബൈക്കും പതുക്കെ ഉന്തിക്കൊണ്ട് എത്തിയത്. ശാലിനിയുടെ കാറിന് കുറച്ചു ദൂരം പിന്നിലായി നിന്ന് കമലൻ അവിടെ സരോജവുമായി സംസാരിച്ചു നിൽക്കുന്ന ശാലിനിയെ കാണാനിടയായി. പെട്ടെന്ന് കമലൻ ശാലിനിയെ കണ്ടതും ഏട്ടത്തിയമ്മ എന്ന അതിശയത്തോടെ ആലോചിച്ചു. അപ്പോ ഇതൊന്നും എന്റെ തോന്നലല്ല, സത്യം തന്നെയാണല്ലോ. അപ്പോ വിഷ്ണു ആശാന്റെ അന്ന് കണ്ടെന്ന് പറഞ്ഞൊന്നും തോന്നലല്ലോ എന്ന് കമലൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. വിഷ്ണു അന്ന് വളരെ സന്തോഷത്തോടെ കമലിനോട് പറഞ്ഞത്, എടാ ഇനി ഏട്ടത്തിയമ്മയെ തേടി എങ്ങും പോകണ്ടടാ, ഏട്ടത്തിയമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്റെ ശാലിനി എന്ന വിഷ്ണു സന്തോഷപൂർവ്വം കമലിനോട് പറഞ്ഞ വാക്കുകളൊക്കെ കമലിന് ഓർമ്മിച്ചു. അപ്പോ അത് സത്യം തന്നെയായിരുന്നു അല്ലേ എന്ന് കമലൻ വിശ്വസിക്കാനാകാതെ തന്റെ കണ്ണുകൾ തുറച്ചുകൊണ്ട് അങ്ങനെ നോക്കുമ്പോ ശാലിനി സരോജത്തോട് സംസാരിച്ചു. നന്ദിയുണ്ട് മേഡം, വളരെ നന്ദിയുണ്ട് എന്ന് ശാലിനിയെ കൈകൂപ്പിയും നന്ദി പറഞ്ഞുകൊണ്ട് സരോജൻ ശാലിനി യാത്ര അയക്കാൻ തുടങ്ങുമ്പോ കാറിലേക്ക് കയറാനൊരുങ്ങിയ ശാലിനി പെട്ടെന്ന് പിന്തിരിഞ്ഞ് സരോജനെ നോക്കിയിട്ട് പറഞ്ഞു, പിന്നെ സരോജൻ മെമ്പർ ഒരു ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറഞ്ഞപ്പോ സരോജം സോറി മേഡം എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു. ഇതുപോലെ പൊതുവഴിയിൽ ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെച്ചതിനെ ഒന്ന് താക്കീത് ചെയ്യും വിധത്തിലുള്ള ശാലിനിയുടെ വാക്ക് കേട്ട് പുഞ്ചിരിയോടെ സരോജം അതിനെ അംഗീകരിക്കും പോലെ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന സോറി പറഞ്ഞ് സമ്മതിച്ചു. പിന്നീട് ശാലിനി വേഗം കാറിലേക്ക് കയറി. കാറെടുക്കാൻ തുടങ്ങിയ രാമേട്ടനോട് ശാലിനി പറഞ്ഞു, രാമേട്ടൻ വേഗം, സമയം പോകുന്നു എന്നറിയിച്ചു. ഉടനെ തന്നെ കാറ് വേഗം അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോ ഈ ബ്രേക്ക് ഡൗൺ ആയ ബൈക്കുമായി വന്ന കമലൻ കാറിൽ കയറി ഏട്ടത്തിയമ്മ പോകുന്നത് കണ്ട് ഏട്ടത്തിയമ്മയെ എന്ന് വിളിച്ച് തന്റെ ബൈക്ക് അവിടെ വെച്ചിട്ട് ശാലിനിയുടെ കാറിന് പിന്നാലെ ഓടി വരുന്നു. ആ കാഴ്ച കണ്ട് സരോജവും മറ്റു സ്ത്രീകളും അതിശയത്തോടെ നോക്കിയിരുന്നു. കമലൻ കുറച്ചു ദൂരം ശാലിനിയുടെ കാറിന് പിന്നാലെ ഏട്ടത്തിയമ്മയെ വണ്ടി നിർത്തുക എന്ന് പറഞ്ഞ് കുറെ ദൂരം കമലൻ ഓടി. അവസാനം ആ വണ്ടി വളരെ വേഗത്തിൽ പോയതുകൊണ്ട് ശാലിനി തന്നെ കാണാതായതുകൊണ്ടും കമലിന് ഏട്ടത്തിയമ്മയെ കാണാനും സംസാരിക്കാനും കഴിയാത്തതിന്റെ നിരാശയിൽ വേദനയോടെ ആ വഴിയിൽ നിന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനിയോട് വേഗം അനുപല്ലവി ചോദിച്ചു, മേഡം ഇപ്പോ ഇന്നൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് CM-ഉമായിട്ട് എന്ന് പറഞ്ഞു. എപ്പോഴാ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് അനുപല്ലവി പറഞ്ഞു, 10-നാണ് മേഡം. വയനാട്ടിലെ പ്രളയബാധിതർക്ക് ദുരിതാശ്വാസ നിധി നൽകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതും വയനാട് മാത്രമല്ല കേരളത്തിലുള്ള പ്രളയബാധിതരുടെ മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിച്ചവരുടെയും ഒക്കെ കാര്യങ്ങൾ ഉൾപ്പെടും. അതുകൊണ്ട് ഇന്ന് 10 മണിക്ക് CM വീഡിയോ കോൺഫറൻസ് ആണ് വെച്ചിരിക്കുന്നത്. അത് കേട്ട ഉടനെ ശാലിനി വേഗം അനുപല്ലവിയെ നോക്കുമ്പോ അനുപല്ലവിയോട് ശാലിനി എന്ത് ചെയ്യുന്നുള്ള രീതിയിലുള്ള നോട്ടം കണ്ട് അനുപല്ലവി പറഞ്ഞു, അല്ല മേഡം, സത്യാമ്മയുടെ വീട്ടിൽ പോകേണ്ടത് 11 മണിക്കല്ലേ, ഇത് 10 മണിക്കാണ് മേഡം. വീഡിയോ കോൺഫറൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് തീരും. നമ്മൾ അറ്റൻഡ് ചെയ്യാതെ എന്നാൽ ചിലപ്പോ ആ ഫണ്ട് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, വേണ്ട, 10 മണിക്കല്ലേ പ്രോഗ്രാം, കുഴപ്പമില്ല. എന്തായാലും ആദ്യം ജനങ്ങളുടെ കാര്യം, അതിനുശേഷം മാത്രമേ മറ്റെന്തുമുള്ളൂ. എന്തായാലും രാമേട്ട വേഗം കളക്ടറേറ്റിലേക്ക് വിട്ടോ എന്ന് ശാലിനി രാമേട്ടനോട് അറിയിച്ചു. അത് കേട്ടതും അനുപല്ലവി അങ്ങനെ ഒരു വാക്ക് ശാലിനി പറഞ്ഞത് കേട്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ശാലിനിയുടെ ഉചിതമായ തീരുമാനമാണ് എന്നുള്ള ധാരണയിൽ ശാലിനിയെ നോക്കി ചിരിച്ചുകൊണ്ട് അനുപല്ലവി കാറിൽ നിന്നു. അപ്പോഴാണ് കമലൻ ഈ സന്തോഷ വാർത്ത വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ച് പറയാനായി ശ്രമിക്കുന്നു. വിഷ്ണു അപ്പോഴത്തെ ദേഷ്യത്തിന് ഫോൺ വലിച്ചെറിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് താഴെ കിടന്ന് മൊബൈൽ ഫോൺ റിങ് ചെയ്തിട്ട് ആരും എടുക്കാത്തതിൽ കമലിനാകെ നിരാശനായി. 2-3 തവണ ആവർത്തിച്ച് വീണ്ടും വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടും ആശാൻ കോൾ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇത് ഞാൻ എങ്ങനെ പറയും എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കമലൻ ആ വഴിയിൽ നിന്നു. അപ്പോഴാണ് അവിടെ വിഷ്ണുവിന്റെ പെണ്ണുകാണൽ ചടങ്ങിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായപ്പോ ഹാളിൽ അവിടേക്ക് രോഹിത്തും ശ്യാമയും എത്തി.
അവിടെ ഇരുന്ന രാഘവൻ നായരുടെ വിഷമത്തോടെ രോഹിത് ചോദിച്ചു, അച്ഛാ ഇനി എങ്ങനെയൊന്ന് മുടക്കുക? അത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു, ഒരു കല്യാണം മുടങ്ങിയതല്ലേ, അതുകൊണ്ട് തന്നെ ഒരാലോചന മുടങ്ങിയത് കൊണ്ട് ഇത്തവണ എല്ലാ കാര്യങ്ങളും ഫോണിൽ തന്നെ വിളിച്ച് ഇതിനു മുമ്പ് തന്നെ ഭാമ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഇനി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോ അവിടേക്ക് സത്യഭാമ എത്തി. അല്ല, എല്ലാവരും എന്താ ആകെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അതെ, പെണ്ണും കൂട്ടിന് ഇപ്പൊ ഇങ്ങെത്തും എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ ചോദിച്ചു, ഇപ്പോഴോ? അല്ല, സമയം ഇപ്പൊ 10 ഉള്ളൂ, 11-നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ചോദിച്ചു, 11-ന് രാഹുകാലം തുടങ്ങുകയല്ലേ രാഘവേട്ട? അക്കാര്യം ഞാനും മറന്നുപോയി, അവരും മറന്നുപോയി. ഇപ്പോ പരസ്പരം സംസാരിച്ചപ്പോ ഇരു കൂട്ടർക്കും വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. അപ്പോഴേ ഇത് കേട്ട് നിന്ന ശ്യാമയ്ക്ക് ആകെ ടെൻഷനായി. ദൈവമേ, 11 മണിക്കെന്നല്ല ഞാൻ കുഞ്ഞേച്ചിയോട് പറഞ്ഞത്, അപ്പോ 10 മണിക്ക് വന്നാൽ കുഞ്ഞേച്ചി വരുമ്പോൾ എല്ലാം ചടങ്ങും കഴിഞ്ഞു പോകുമല്ലോ എന്നായി ശ്യാമയുടെ ടെൻഷൻ. ഉടനെ തന്നെ ശ്യാമ സത്യഭാമയോട് ചോദിച്ചു, അല്ല സത്യാമ്മേ, 11 പറഞ്ഞിട്ട് ഇപ്പൊ 10 പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ചോദിച്ചു, അതിനെന്താടി ഇപ്പൊ പ്രശ്നം എന്ന് ശ്യാമയോട് സത്യഭാമ ചോദിക്കുമ്പോ എന്ത് പറഞ്ഞ് സത്യാമ്മയെ ഈ ഒരു സംശയത്തിന് മറുപടി നൽകും? ഇവിടേക്ക് കുഞ്ഞേച്ചി വരുന്നുണ്ടെന്നുള്ള കാര്യം താൻ എങ്ങനെ പറയും എന്നെല്ലാം ആലോചിച്ച് മറുപടി എന്ത് പറയണമെന്നറിയാതെ ആശങ്കയിൽ മുഴുകി നിൽക്കുകയാണ് ശ്യാമ.